നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലുവ മൂന്നാർ രാജപാത സംബന്ധിച്ച കാര്യത്തിൽ വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. സർ, ബഹുമാനപ്പെട്ട ആന്റണി ജോൺ MLA-ക്കൊപ്പം നേരത്തെ തന്നെ A. രാജ MLA-യും ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർച്ച നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് അഭിവന്ദ്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും മണ്ഡലത്തിലെ MLA ആയ തനിക്കും ഇടുക്കി MPക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമെതിരായി വനംവകുപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയമ നടപടികളും പിൻവലിക്കണമെന്നും പഴയ ആലുവ മൂന്നാർ റോഡ് രാജപാത ജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് ആന്റണി ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. പൊതുപ്രവർത്തകരുടെയും വൈദികരുടെയും അടക്കം പേരിലെടുത്തിട്ടുള്ള കേസുകൾ വനംവകുപ്പ് പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ രാജപാത തുറന്നുകൊടുക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് സാർ. ഈ ഒരു വിഷയം നിരവധി പ്രാവശ്യം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം ഞാൻ എനിക്ക് മുൻപുമുള്ള ജനപ്രതിനിധികളും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യം ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാർ. അതുകൊണ്ട് അടിയന്തരമായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.